സംഘർഷം വഷളാക്കരുത്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. ഇന്ത്യ പറയുന്നത് ഇതാണ്: ഞങ്ങൾ നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയില്ല, ഞങ്ങൾ നിങ്ങളുടെ ഗ്രാമാന്തരങ്ങളിൽ ആക്രമണം നടത്തിയില്ല, ഞങ്ങൾ നിങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയില്ല. ഞങ്ങൾ നടത്തിയത് നിങ്ങളുടെ ഭീകര കേന്ദ്രങ്ങളിലാണ്. ഞങ്ങളെ ആക്രമിച്ച, ഞങ്ങളുടെ നിരപരാധികളെ കൊന്ന നിങ്ങളുടെ ഭീകരരുടെ നേർക്കാണ്, നിങ്ങളുടെ ഭീകരരുടെ കേന്ദ്രങ്ങൾക്ക് നേർക്കാണ്, നിങ്ങളുടെ ഭീകരരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്നവർക്ക് നേർക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇനി പ്രകോപനത്തിന് വരരുത്, സംഘർഷത്തിന് വരരുത് എന്ന ശക്തമായ താക്കീതാണ് ഇന്ത്യ നൽകിയത്. പഹൽഗാം കൂട്ടക്കൊലയുടെ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പുലർച്ചെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിലൂടെ അത് നിറവേറ്റി. എന്നിരുന്നാലും ഏറ്റുമുട്ടൽ രൂക്ഷമാകുന്നതിനെതിരെ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യ. വെടിനിർത്തൽ കരാർ നിങ്ങൾ പലതവണ ലംഘിച്ചു, ഞങ്ങളതെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയല്ല, ഭീകരതയെ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇന്ത്യ സന്ദേശം നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ ഭീകര പ്രവർത്തനങ്ങളെ മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. എന്നിരുന്നാലും എല്ലാ സാഹചര്യങ്ങൾക്കും ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. സംഘർഷം വഷളാകരുത്. ഇന്ന് പുലർച്ചെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ അയച്ച സന്ദേശം ഇതാണ്: പാക് അധീന കാശ്മീർ ഒഴികെ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ നേതൃത്വം പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിലും തങ്ങളുടെ ആക്രമണങ്ങൾ ക്രമീകരിച്ചതും വ്യാപനരഹിതവുമായ സമീപനം പ്രകടമാക്കിയതുമായി ഇന്ത്യ ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തെ ആക്ട് ഓഫ് വാർ, അതായത് യുദ്ധപ്രവർത്തി എന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഉചിതമായ മറുപടി നൽകുമെന്ന് പറഞ്ഞു. ആണവായുധങ്ങളുള്ള രണ്ട് രാജ്യങ്ങളെയും ഒരു വലിയ സംഘട്ടനത്തിലേക്ക് അടുപ്പിച്ച അശ്രദ്ധമായ നടപടി എന്നാണ് പാകിസ്ഥാൻ സർക്കാർ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. ഏപ്രിൽ 22-ന് കശ്മീരിലെ പഹൽഗാമിൽ അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയവരെ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് മെയ് 7-ന് ഇന്ത്യ ആക്രമണം നടത്തിയത്. പഹൽഗാമിലെ ക്രൂരമായ ഭീകരാക്രമണത്തിനുള്ള കൃത്യവും സംയമനം പാലിച്ചതുമായ പ്രതികരണം എന്നാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിനെ പ്രതിരോധ മന്ത്രാലയം പോലും വിശേഷിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനമായും പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും തന്നെ ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇത് ഇന്ത്യയുടെ കൃത്യമായതും വ്യാപനരഹിതവുമായ സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അനാവശ്യ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രകോപനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കുറ്റവാളികളെ ഉത്തരവാദിത്വപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ ഈ പ്രവർത്തനം അടിവരയിടുന്നു. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ നിന്നുള്ള ഒരു പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇവിടെ ഊന്നൽ നൽകുന്നത് കൃത്യമായ ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടത് സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയല്ല, ഭീകരതയെ എന്നതാണ്. അനാവശ്യമായ പ്രകോപനം ഒഴിവാക്കുന്ന, സംഘർഷം വർദ്ധിപ്പിക്കാത്ത സമീപനം ആയിരുന്നു അത് എന്നാണ് അടിവരയിടുന്ന സന്ദേശം. പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നുവെന്നത് രഹസ്യമായിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഉന്നത നേതൃത്വം കുറ്റവാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ശിക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഭൂമിയുടെ അറ്റം വരെ ഞങ്ങൾ അവരെ പിന്തുടരും. ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള തൻ്റെ ആദ്യ പൊതുപ്രസംഗത്തിൽ പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കുന്നു. പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും തെളിവുകൾ തേടി. സ്വന്തം മണ്ണിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ നടപടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തെളിയിക്കാൻ. 2016-ലെ ഉറി സർജിക്കൽ സ്ട്രൈക്കുകൾക്കും 2019-ലെ പുൽവാമ വ്യോമാക്രമണങ്ങൾക്കും ശേഷം പാകിസ്ഥാൻ്റെ യുദ്ധ സ്വഭാവവും തീവ്രവാദികളോടുള്ള സമീപനവും കണ്ടപ്പോൾ വീണ്ടും നടപടിയെടുക്കാൻ ഇന്ത്യ നിർബന്ധിതമായി. ഈ ആക്രമണങ്ങളുടെ ആഖ്യാനം രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ തങ്ങളുടെ നയതന്ത്ര സംവിധാനത്തെ മുൻപന്തിയിൽ നിർത്തിയിട്ടുണ്ട്. പാകിസ്ഥാനെ ഇരയാക്കാൻ അനുവദിക്കുന്നുമില്ല. ഏതായാലും ഇന്ത്യയുടെ പ്രതികാര നടപടിയെ യുദ്ധപ്രവൃത്തി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത്. ഇന്ത്യ അടിച്ചേൽപ്പിക്കുന്ന ഈ യുദ്ധത്തിന് ശക്തമായ മറുപടി നൽകാൻ പാകിസ്ഥാന് എല്ലാ അവകാശവുമുണ്ട്. ശത്രുവിനെ എങ്ങനെ നേരിടണമെന്ന് പാകിസ്ഥാൻ രാജ്യത്തിനും അതിൻ്റെ സായുധ സേനയ്ക്കും നന്നായി അറിയാം. ശത്രുവിൻ്റെ ദുരുദ്ദേശ ലക്ഷ്യങ്ങളിൽ വിജയിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല, ഷെഹ്ബാസ് ഷെരീഫ് എക്സ് പോസ്റ്റിൽ ചെയ്തു. ആക്രമണങ്ങളെയും അതിൻ്റെ ഫലങ്ങളെയും കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരു വിവരണം നൽകാൻ
പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഒരു പ്രസ്താവന ശ്രമിച്ചു. ഇന്ത്യയുടെ ആക്രമണ പ്രവൃത്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ രക്തസാക്ഷിത്വത്തിന് കാരണമായി. ഈ ആക്രമണ പ്രവൃത്തി വാണിജ്യ വ്യോമഗതാഗതത്തിനും ഗുരുതരമായ ഭീഷണി സൃഷ്ടിച്ചിട്ടുണ്ട്, പ്രസ്താവനയിൽ പറയുന്നു. എന്നിരുന്നാലും ഭീകര ക്യാമ്പുകളിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു കാലിബ്രേറ്റ് ചെയ്ത സമീപനമായിരുന്നു അതെന്ന് തുടക്കം മുതൽ തന്നെ ഇന്ത്യ വാദിക്കുകയായിരുന്നു. പാകിസ്ഥാനിലെ സിവിലിയൻ, സാമ്പത്തിക, സൈനിക ലക്ഷ്യങ്ങളൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അറിയപ്പെടുന്ന ഭീകര ക്യാമ്പുകൾ മാത്രമാണ് ലക്ഷ്യമിട്ടത്. വാഷിംഗ്ടൺ DC-യിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. അതിർത്തിയിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ 3 ദിവസത്തിനുള്ളിൽ 2 മിസൈൽ പരീക്ഷണങ്ങൾ നടത്തി പാകിസ്ഥാൻ ഇതിനകം തന്നെ പ്രകോപനപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ യഥാർത്ഥ നിയന്ത്രണം പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനാണെന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം. സ്വന്തം താൽപ്പര്യങ്ങൾക്കായി അദ്ദേഹം ഒരു ചെറിയ യുദ്ധത്തിൽ പോലും ഏർപ്പെട്ടേക്കാമെന്നും ഇന്ത്യ കരുതുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ വ്യോമസേനയുടെയും നാവികസേനയുടെയും സൈനികാഭ്യാസങ്ങൾ നടത്തുന്നത്. 1971 പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിന് ശേഷമുള്ള ആദ്യ പാൻ ഇന്ത്യ സിവിൽ ഡിഫൻസ് അഭ്യാസവും ഇന്ത്യ നടത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. ഏത് സാഹചര്യത്തിനും ഇന്ത്യ സജ്ജമാണെങ്കിലും ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായി നടത്തിയ ആക്രമണങ്ങളുടെ ലക്ഷ്യങ്ങൾ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളായിരുന്നുവെന്നും അവ കൃത്യമായി നിശ്ചയിച്ചിരുന്നതും പ്രകോപനപരമല്ലാത്തതാണെന്നും പ്രസ്താവിച്ചിട്ടുണ്ട്. ഏറ്റുമുട്ടൽ രൂക്ഷമാക്കരുതെന്നുള്ള ജാഗ്രതയാണ് പാകിസ്ഥാൻ ഇപ്പോഴുള്ള സന്ദേശത്തിലൂടെ ഇന്ത്യ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനോട് ഇന്ത്യ പറയുന്നു, ഇനി ഒരു പ്രകോപനത്തിനും വരരുത്. കാരണം ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ചത് നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിലോ ജനവാസ മേഖലകളിലോ അല്ല, നിങ്ങളുടെ ഭീകരരുടെ കേന്ദ്രങ്ങളിലാണ്. ഭീകരർ ഒളിച്ചിരുന്ന അല്ലെങ്കിൽ ഭീകരർ അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ച ഭീകരരുടെ കേന്ദ്രങ്ങളിൽ 9 കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ ഇന്ത്യ ആക്രമണം നടത്തിയത്. 600ഓളം ഭീകരർ ഇതിനുള്ളിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഇന്ത്യയുടെ സ്ഥിരീകരിക്കാത്ത അനൗദ്യോഗിക നിഗമനം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വളരെ കുറച്ച് പേർ കൊല്ലപ്പെട്ടു, ഏറെ പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ നന്നായി അറിയാം ഭീകരരുടെ ഒരുവിധപ്പെട്ട ഭീകരരെല്ലാം തന്നെ ഈ ഒരു അഗ്നിക്ക് ഇരയായിട്ടുണ്ട് എന്നുള്ള വസ്തുത. കാരണം അത്രയധികം ശക്തമായ ഭാഷയിലാണ് ഇന്ത്യ മറുപടി നൽകിയത്. അത് കൃത്യമായ ആസൂത്രണത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഡോവലും കരസേന, നാവികസേന, വ്യോമസേന മേധാവികളെല്ലാം കൂടി ചേർന്ന് വളരെ 15 ദിവസത്തോളം ഉള്ള കൂടിയാലോചനകൾക്ക് മാത്രമല്ല അവരുടെ സൈനിക ശേഷി വിളിച്ചോതുന്ന അല്ലെങ്കിൽ സൈനിക ശേഷിയുടെ ശക്തി തെളിയിക്കുന്ന വിധത്തിലുള്ള ഒരു ആക്രമണം ആണ് പ്ലാൻ ചെയ്തത്. അത് കൃത്യതയോടെ അല്ലെങ്കിൽ ലക്ഷ്യബോധത്തോടെ അല്ലെങ്കിൽ കൃത്യമായി അത് യാതൊരു പ്രകോപനവും ഉണ്ടാക്കാത്ത വിധത്തിൽ, ജനങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ വളരെ ശക്തമായി ഭീകരർക്കുള്ള ഒരു താക്കീത് സന്ദേശം തന്നെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാന് മേൽ നൽകിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.